കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 3-ാം ക്ലാസ് മുതൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നു. 2026-27 അക്കാദമിക വർഷത്തിൽ 3-ാം ക്ലാസ് മുതൽ AI പാഠ്യപദ്ധതിയിൽ നിർബന്ധമായും ഉൾക്കൊള്ളിക്കുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. CBSE ഇതിനായുള്ള രൂപരേഖകൾ തയ്യാറാക്കി 1 കോടി ടീച്ചർമാർക്ക് ട്രെയിനിങ്ങിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന പദ്ധതി പ്രകാരം വിദ്യാർത്ഥികളിൽ AI സംബന്ധിച്ച അറിവ് വർദ്ധിപ്പിക്കുക, ധാർമ്മികതയിലൂന്നിയ സാങ്കേതിക ജ്ഞാനത്തിലൂടെ പുതുതലമുറ ജോലികൾക്ക് അവരെ പ്രാപ്തരാക്കുക, ഭാവിയിൽ ഇന്ത്യയെ ഒരു ഗ്ലോബൽ AI ഹബ്ബാക്കി മാറ്റുക എന്നതെല്ലാമാണ് ലക്ഷ്യങ്ങൾ. സാങ്കേതികവിദ്യയുടെ ആധിപത്യം വർദ്ധിച്ചുവരുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണതകളിൽ ഒന്നാണ് ഹൈബ്രിഡ് വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച. വിദ്യാഭ്യാസത്തിൽ ചലനാത്മകത നിർണായകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപനത്തിനും പഠനത്തിനുമുള്ള നൂതന സമീപനം അനിവാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് AI വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എങ്കിലും ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രാഥമിക വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വൈകാരികവും സാമൂഹികവും ശ്രദ്ധാകേന്ദ്രീകൃതവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അമിതമായ സ്ക്രീൻ സമയം വിദ്യാർത്ഥികളുടെ മുഴുവൻ ശ്രദ്ധാസമയവും കവർന്നെടുക്കുകയും അവരുടെ ശാരീരികവും വൈകാരികവും ക്ഷേമത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ ത്വരിതഗതിയിലാകുകയും മനുഷ്യബന്ധങ്ങൾ ദുർബലമാവുകയും ചെയ്യുന്ന സമയത്ത് സ്കൂളുകളും അധ്യാപകരും മൂല്യങ്ങളുടെ സംരക്ഷകരാവണം. അടുത്ത തലമുറ അറിവുള്ളവരായി മാത്രമല്ല, പ്രചോദനം ഉൾക്കൊണ്ട് സഹാനുഭൂതിയുള്ളവരായും മൂല്യത്തിൽ ആഴത്തിൽ വേരൂന്നിയവരായും വളരുന്നുവെന്ന് ഉറപ്പാക്കണം. ഇതിനുള്ള പ്രാഥമിക കാൽവയ്പാകട്ടെ ഈ നീക്കം. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.